1947 നീണ്ട നാളത്തെ സമര പോരാട്ടങ്ങൾക്കപ്പുറം ബ്രിട്ടീഷുകാർ അവരുടെ ഇന്ത്യൻ സാമ്രാജ്യം വിട്ടൊഴിഞ്ഞു പോവേണ്ടി വന്നപ്പോൾ ഈ പ്രദേശത്ത് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് പുതിയ രാജ്യങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഏത് വിധേന നോക്കിയാലും ബ്രിട്ടീഷ് പിന്തുടർന്നിരുന്ന അതേ രീതികളൊക്കെ തന്നെയാണ് പിന്നെയും ഇവിടെ ഉണ്ടാവുക. എന്തിനേറെ ആ കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്ന നേതാക്കൾ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും നായകരായി മാറുന്നതും. രണ്ട് രാജ്യങ്ങളാവുന്നതിനു മുന്നേ ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥ സൈനിക തലത്തിലായാലും മറ്റു മേഖലകളിലുമെല്ലാം തന്നെ ഒരേ രീതിയിൽ പിന്തുടർന്നിരുന്ന മേഖലകൾ. 1947 ശേഷവും അത്തരമൊരു നയം അല്ലെങ്കിൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും മിക്ക മേഖലകളിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നിലയുണ്ടാവുമെന്ന് കരുതിയ രണ്ടിടങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രത്തിൻ്റെയൊക്കെ ഫലത്തിൽ. എന്നാൽ 1947 ശേഷം നാൾക്ക് നാൾ ഇരു മേഖലകളും ശത്രുതയുടെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ലോകം കണ്ടത്. ആ കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലകുറി ഏറ്റുമുട്ടുന്നതും യുദ്ധങ്ങൾ തന്നെ ഉണ്ടാവുന്നതുമൊക്കെ നാം കണ്ടു. ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾക്ക് പല കാരണങ്ങളൊക്കെ കണ്ടെത്താമെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത് കാശ്മീർ വിഷയമാണ്. ഈ വീഡിയോയിലൂടെ കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, പഴയ ബ്രിട്ടീഷ് ഭരണകാലത്ത് പഴയ ഇന്ത്യയുടെ മേഖലകളിൽ ഏതാണ്ട് 562ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അതിൽ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ എണ്ണം ഏതാണ്ട് 100-ലധികമായിരുന്നു. അവർക്ക് കൂടുതൽ അധികാരങ്ങളുമൊക്കെ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു രാജ്യമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ എന്നത്. 1946 തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷ് പിൻവാങ്ങുന്നതിൻ്റെയും പുതിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ ചർച്ചകൾ വലിയ തോതിൽ നടന്നിരുന്നു. അതിൽ മേൽപ്പറഞ്ഞ പ്രധാന രാജ്യങ്ങൾക്ക് ഒന്നുകിൽ സ്വതന്ത്രമായി തുടരാം, അല്ലെങ്കിൽ ഈ മേഖലകളിലെ ഏത് രാജ്യത്തിൽ വേണമെങ്കിലും ചേരാം എന്നൊക്കെയുള്ള നയങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. സ്വാഭാവികമായും പ്രദേശമനുസരിച്ച് മിക്ക രാജ്യങ്ങളും അതാത് രാജ്യത്തിൽ തന്നെ ലയിക്കുകയുണ്ടായി. അവിടെ പ്രധാനമായും പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത് മൈസൂർ, ഹൈദരാബാദ്, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ മേഖലകളിലൊക്കെയാണ്. അതിൽ മൈസൂർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ലയിക്കുകയുണ്ടായി. ഇന്ത്യൻ മേഖലയിൽ വരുന്ന മറ്റു നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ. എങ്കിലും 1947 3 ചില പ്രശ്നങ്ങളൊക്കെ തുടർന്നു പോവുകയുണ്ടായി. അതിലൊന്ന് ഗുജറാത്തിലെ ജുനഗഡിലായിരുന്നു. ഇവിടെ 80% ജനങ്ങളും ഹിന്ദുക്കളും ഭരണാധികാരി മുസ്ലിമുമായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചതോടെ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഒടുവിലത് ഇന്ത്യയിലേക്ക് തന്നെ തന്ത്രപരമായി കൂട്ടിച്ചേർക്കുകയുമുണ്ടായി. മറ്റൊന്നാണ് സാമ്പത്തികപരമായൊക്കെ ശക്തിയുണ്ടായിരുന്ന ഡെക്കാനിലെ ഹൈദരാബാദ് മേഖലകൾ പൂർണ്ണമായും ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിൽ ആണ് വരുമെന്നിരിക്കെ തന്നെ നിസാം പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമങ്ങൾ നടത്തി. ഹൈദരാബാദിൽ ഹിന്ദു ഭൂരിപക്ഷവും എന്നാൽ മുസ്ലിം ഭരണാധികാരിയുമായിരുന്നു. പിന്നീട് ഹൈദരാബാദ് ഇന്ത്യൻ സൈന്യം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. മറ്റൊന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ. മുസ്ലിം ജനത ഭൂരിപക്ഷവും ഹിന്ദു രാജാവുമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ സ്വാഭാവിക അതിർത്തികളുണ്ടായിരുന്ന ഈ മേഖല ഇരു രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നുമുണ്ടായിരുന്നു. കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും പാകിസ്ഥാൻ ആക്രമണമുണ്ടായതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ചേരുകയാണ് ഉണ്ടായത്. അതോടെ ഇന്നും തുടരുന്ന കാശ്മീർ പ്രശ്നങ്ങൾക്കുമൊക്കെ തുടക്കമായി എന്നുകൂടി പറയാം. പഴയകാല ബ്രിട്ടീഷ് ഇന്ത്യയിലെ വമ്പൻ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയാവുന്ന 2 രാജ്യങ്ങളാണ് ഹൈദരാബാദും ജമ്മു ആൻഡ് കാശ്മീരും എന്ന് പറയാം. ജനസംഖ്യയും അതുപോലെ തന്നെ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഏതാണ്ട് 40 ലക്ഷം പേരുണ്ടായിരുന്നു എന്നാണ് കണക്ക്. മറ്റ് രാജ്യത്തിൽ നിന്ന് വിഭിന്നമായി ഭൂമിശാസ്ത്രപരമായും ഒരു പരിധിവരെ വേറിട്ട് നിന്ന ഒരു മേഖല കൂടിയായിരുന്നു കാശ്മീർ എന്ന് പറയാം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ രാജ്യചരിത്രം ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ജമ്മുവിലും അതിനടുത്തുള്ള കംഗ്ര മേഖലയിലുമൊക്കെ നിലയുറപ്പിച്ചിരുന്ന വിഭാഗമാണ് ഡോഗ്രകൾ. രാജ്പുത് വിഭാഗമായാണ് ഇവരെ പൊതുവെ പറയാറ്. ഈ മേഖലയിലെ ഇവരുടെ നായകനായിരുന്നു ഗുലാബ് സിംഗ്. 1820കളിൽ ലാഹോർ ആസ്ഥാനമായി രഞ്ജിത് സിംഗിൻ്റെ സിഖ് സാമ്രാജ്യം അതിശക്തമായി നിലനിൽക്കുന്ന സമയമാണല്ലോ. ഗുലാബ് സിംഗ് 1820 രഞ്ജിത് സിംഗിൻ്റെ വിശ്വാസം നേടുകയും അതുവഴി ജമ്മുവിൻ്റെ രാജാവായി ഗുലാബ് സിംഗിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ശക്തനായ ഗുലാബ് സിംഗ് തൻ്റെ അതിരുകൾ വർദ്ധിപ്പിച്ച് ഒരു കൊച്ചു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടത്തി. 1830കളിൽ ഗുലാബ് സിംഗ് ലഡാക്ക് അടക്കം കീഴടക്കുകയുണ്ടായി. 1840 ബാൽട്ടിസ്ഥാൻ മേഖലകൾ പോലും ഗുലാബ് സിംഗ് കീഴടക്കുകയുണ്ടായി. എന്നാൽ 1841 ഗുലാബ് സിംഗ്
ടിബറ്റ് മേഖലകളിലേക്ക് മുന്നേറിയത് ഒരു വലിയ പരാജയമായി മാറുകയും ചെയ്തു. അതോടെ കിഴക്കോട്ടേക്കുള്ള മുന്നേറ്റവും അവസാനിച്ചു എന്ന് പറയാം. ഇതിനിടയിൽ രഞ്ജിത് സിംഗ് മരണപ്പെട്ടതോടെ സിഖ് സാമ്രാജ്യത്തിൻ്റെ പതനവും ആരംഭിച്ചു. ഈ സമയം ഗുലാബ് സിംഗിൻ്റെ സഹോദരനായിരുന്ന ധ്യാൻ സിംഗ് സിഖ് സാമ്രാജ്യത്തിൽ നിർണായകമായ ശക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ കീഴിലായിരുന്നു പൂഞ്ച് മേഖല എന്ന് പറയാം. ഏതായാലും ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മേഖലയിൽ ഡോഗ്ര രാജവംശത്തിൻ്റെ ഭരണം വന്നത് ഏതായാലും അവിടെയുള്ള മുസ്ലിം ജനത നിസ്സാരമായൊന്നും കണ്ടില്ല. അതിൻ്റെ ഭാഗമായി 1830കളിൽ ഡോഗ്ര രാജവംശത്തിന് ഈ മേഖലകളിൽ വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടതായും വന്നിരുന്നു. രഞ്ജിത് സിംഗിന് ശേഷം ഘട്ടം ഘട്ടമായി സിഖ് സാമ്രാജ്യം ഇല്ലാതാവുകയും അവിടേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യം കടന്നെത്തുകയും ചെയ്തു. ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിൽ ഇടപെടാതെ മാറി നിന്നിരുന്ന ഗുലാബ് സിംഗിന് പ്രത്യുപകാരമായി ഇംഗ്ലീഷ് ജമ്മു ആൻഡ് കാശ്മീർ മേഖലകൾ ഭരിക്കാനായി വിട്ടു നൽകി. 1819 അഫ്ഗാൻ ഭരണമേഖലകളിൽ നിന്ന് സിഖുകാർ കാശ്മീർ താഴ്വര പിടിച്ചെടുത്തിരുന്നു. അതിനുശേഷം 1846 സിഖിന് കാശ്മീർ താഴ്വര ബ്രിട്ടീഷിന് നൽകേണ്ടതായും വന്നു. എന്നാൽ ഗവർണർ ജനറലായിരുന്ന ഹെൻറി ഹാർഡിങ്ങെ കാശ്മീരിനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാക്കാൻ ശ്രമിച്ചില്ല. അതിനൊരു കാരണമായി പറയുന്നത് അതിർത്തി മേഖല എന്നതും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ദുഷ്കരവും എതിരാളികൾക്ക് കടന്നെത്താൻ പറ്റും എന്നതുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നിയന്ത്രണമുള്ള രീതിയിൽ ഒരു ബഫർ സോണായി കാശ്മീർ താഴ്വര നിലകൊള്ളട്ടെ എന്ന് കമ്പനി തീരുമാനിച്ചു. അപ്രകാരം പ്രസിദ്ധമായ ട്രീറ്റി ഓഫ് അമൃത്സർ സൃഷ്ടിക്കപ്പെട്ടു. 1846 മാർച്ച് 16 ഇത് സംഭവിച്ചത്. അതിലൂടെ ജമ്മു ഭരണാധികാരിക്ക് അഥവാ ഗുലാബ് സിംഗിന് കാശ്മീർ താഴ്വരയുടെ നിയന്ത്രണം കൂടി നൽകപ്പെട്ടു. ഏതാണ്ട് 75 ലക്ഷം രൂപയ്ക്കായിരുന്നു കാശ്മീർ താഴ്വരയുടെ കരാർ എന്നൊക്കെ പറയുന്നു. ഗുലാബ് സിംഗ് ബ്രിട്ടീഷിൻ്റെ സാമന്തനുമായി മാറി. അതിലൂടെ കാശ്മീർ താഴ്വരയിലേക്ക് കൂടി ഡോഗ്ര വംശത്തിൻ്റെ ഭരണം കടന്നെത്തി എന്ന് പറയാം. കാശ്മീർ താഴ്വരയിലെ ജനത ഇതിനെ വലിയ തോതിൽ എതിർത്തു. ബ്രിട്ടീഷ് സൈനിക സഹായങ്ങളോടെ ഈ ഒരു എതിർപ്പുകളെ അടിച്ചമർത്തിയ ഗുലാബ് സിംഗ് അവിടെയുണ്ടായിരുന്ന പ്രബല ശക്തികളെയൊക്കെ ഇല്ലാതാക്കി ഡോഗ്രയുടെ ആധിപത്യം കാശ്മീർ താഴ്വരയിലും കൊണ്ടുവന്നു. ഇതിനായി 2 വർഷം വേണ്ടി വന്നു എന്നാണ് ബ്രിട്ടീഷ് എഴുത്തുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്രകാരം ജമ്മു ആൻഡ് കാശ്മീർ എന്ന ആ കാല രാജ്യത്തെ വിശകലനം ചെയ്യുമ്പോൾ കാശ്മീർ താഴ്വര അത്രമാത്രം നിർണായകമാണെന്ന് കാണാനാവും. കാരണം പഴയ ജമ്മു ആൻഡ് കാശ്മീർ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി അനുസരിച്ച് നോക്കിയാൽ കാശ്മീർ മേഖല എന്നത് വെറും 10% വരുന്നുള്ളൂ. എന്നാൽ 1947 കാലത്ത് ജനസംഖ്യയും പകുതിയോളവും കാശ്മീർ താഴ്വരയിൽ നിന്നായിരുന്നു എന്നതും കാണാവുന്നതാണ്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ വരുമാനം സൃഷ്ടിക്കപ്പെടുന്നത് കൂടുതലായും കാശ്മീർ താഴ്വരയിൽ നിന്നുമാണ്. അതുപോലെ കാശ്മീർ താഴ്വര എന്നത് ടൂറിസത്തിനും പ്രധാനമായിരുന്നു. കാശ്മീർ ഷോൾ ഇൻഡസ്ട്രിയും കമ്പിളി തുകൽ വ്യവസായങ്ങളുമൊക്കെ ബേസ് ചെയ്തിരുന്നത് കാശ്മീർ താഴ്വരയിലാണെന്ന് കാണാം. ഇന്നും കാശ്മീർ താഴ്വരയുടെ സാമ്പത്തിക മേഖലയിൽ നിർണായകമായ ഘടകമാണ് ഷാൾ ഇൻഡസ്ട്രി എന്ന് കാണാം. അതുപോലെ കൃഷി എടുത്തു നോക്കിയാലും കാശ്മീർ താഴ്വര നിർണായകമാണ്. മറ്റൊന്നാണ് തടി വ്യവസായം. പഴയ കാലങ്ങളിൽ വനമേഖലകളിൽ നിന്ന് മരത്തടികൾ പ്രധാനമായും ജലം നദിയിലൂടെയൊക്കെ കൊണ്ടുവന്ന് പഞ്ചാബ് മേഖലകളിൽ എത്തിക്കുമായിരുന്നു. ഇത്തരത്തിൽ അന്നും ഇന്നും നിർണായകമായ ഒരിടമായി കാശ്മീർ താഴ്വര തുടരുന്നു എന്ന് പറയാം. 10ാം നൂറ്റാണ്ടിന് മുൻപുള്ള കാലങ്ങളിൽ ഹിന്ദു ബുദ്ധ ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഈ മേഖലകളിൽ 14ാം നൂറ്റാണ്ടോടെ ഇസ്ലാമിക ഭരണം ആരംഭിച്ചു എന്ന് കാണാം. 1339 സുൽത്താൻ ഷംഷുദ്ദീൻ എന്നൊരാൾ കാശ്മീർ താഴ്വരയിൽ ശക്തി നേടുകയും ഭരണം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഷാ മീരി രാജവംശത്തിൻ്റെ കാലത്ത് ഒട്ടേറെ മുസ്ലിം പണ്ഡിതരൊക്കെ ഈ മേഖലയിൽ എത്തുകയും ജീവിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായി കാശ്മീർ താഴ്വരയിൽ കൂടുതലും മുസ്ലിം ജനവിഭാഗമായി മാറുകയുണ്ടായി. 1586 മുഗൾ ചക്രവർത്തിയായ അക്ബർ കാശ്മീർ താഴ്വരയെ മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതോടെ മുഗളരുടെ വേനൽക്കാലത്തെ ഇഷ്ടകേന്ദ്രമായി കാശ്മീർ മാറുകയും ചെയ്തു. പിന്നീട് വന്ന മിക്ക മുഗൾ ഭരണാധികാരികളും കാശ്മീരിനെ നിർണായക ഇടമായി തന്നെ കാണുകയുണ്ടായി. 1752 മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തി തീർത്തും തകർന്നതോടെ കാശ്മീർ താഴ്വര അഫ്ഗാൻ നായകനായിട്ടുള്ള അഹമ്മദ് ഷാ ദുറാനിയുടെ കൈകളിലേക്കെത്തി. 1819 അഫ്ഗാനികളുടെ കയ്യിൽ നിന്ന് രഞ്ജിത് സിംഗിൻ്റെ നേതൃത്വത്തിൽ സിഖ് സാമ്രാജ്യം കാശ്മീർ താഴ്വര പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം ഡോഗ്ര രാജവംശവും ജമ്മു ആൻഡ് കാശ്മീർ എന്ന രാജ്യവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോഴും ജമ്മുവും കാശ്മീരും വ്യത്യസ്ത മേഖലകളായി തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഡോഗ്ര രാജവംശം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഗുലാബ് സിംഗും തുടർന്ന് വന്ന പിന്മുറക്കാരുമൊക്കെ ഡോഗ്ര ആധിപത്യവും വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ മേഖലകളിൽ നിന്നും അപ്പോഴും
വ്യത്യസ്തമായൊരു സ്ഥിതിവിശേഷം കാശ്മീരിൽ തുടരുകയുണ്ടായി. യഥാർത്ഥ തലസ്ഥാന മേഖലയായ ജമ്മുവിൽ ജനസംഖ്യയിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. ഭരണം രാജ്പൂത് ആൻസിസ്ട്രി പറയുന്ന ഡോഗ്ര വിഭാഗത്തിൻ്റെ കയ്യിലുമായിരുന്നു. ഇനി കാശ്മീർ താഴ്വരയാകട്ടെ ശ്രീനഗർ തലസ്ഥാനമായി നിലകൊള്ളുകയും അവിടെ ഭൂരിപക്ഷം പേരും മുസ്ലിം വിഭാഗവുമായിരുന്നു. അവിടെ ഹിന്ദുക്കളുടെ കാശ്മീർ പണ്ഡിറ്റ് വിഭാഗം ചെറിയൊരു അളവിലുണ്ടായിരുന്നു. ഇവർ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ വിഭാഗം കൂടിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബമൊക്കെ ഈ ഒരു വിഭാഗമാണ്. 1941 സെൻസസിൽ കാശ്മീർ താഴ്വരയിൽ 17 ലക്ഷത്തിലധികം പേരുണ്ടെന്നാണ് കണക്ക്. അതിൽ 16 ലക്ഷത്തിലധികം പേരും മുസ്ലിങ്ങളായിരുന്നു. ഈ കാശ്മീർ താഴ്വരയിലെ ജനതയ്ക്ക് മലനിരകളാൽ അതിരുകൾ സമ്മാനിച്ചപ്പോൾ തൊട്ടടുത്ത മേഖലയായ ജമ്മുവിനോട് പോലും കാര്യമായ സാംസ്കാരിക ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാവുന്നതാണ്. കാശ്മീർ താഴ്വരയിലെ ജനങ്ങളും സംസ്കാരവും എല്ലാം മറ്റ് മേഖലകളെ വെച്ച് നോക്കിയാൽ ചരിത്രകാലത്ത് കൂടുതൽ മികച്ചു നിന്നിരുന്നവരായും പറയപ്പെടുന്നു. തൊട്ടടുത്ത മേഖലയായ ലഡാക്ക് മേഖലയിൽ ടിബറ്റൻ ബുദ്ധിസ്റ്റുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. മറ്റൊരു മേഖലയായ ബൾട്ടിസ്ഥാനൊക്കെ വംശപരമായി ടിബറ്റിനോട് ചേർന്ന് നിൽക്കുമെങ്കിലും ജനത മുസ്ലിം വിഭാഗമായിരുന്നു എന്ന് കാണാവുന്നതാണ്. 1941 ബാൾട്ടിസ്ഥാനിലും ലഡാക്കിലും കൂട്ടിച്ചേർത്താൽ പോലും 2 ലക്ഷത്തോളം പേർ മാത്രമേ ഈ മേഖലകളിൽ ജീവിച്ചിരുന്നുള്ളൂ. മറ്റ് മേഖലകളായിരുന്ന ഹുൻസ, നാഗർ, ജിൽജിത്, ആസ്റ്റർ, യാസിൻ തുടങ്ങിയ പല മേഖലകളിലും ജനസംഖ്യ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടായിരുന്നതായും കാണാവുന്നതാണ്. എന്നാൽ ഈ മേഖലകൾക്കൊന്നും കാശ്മീർ താഴ്വരയുമായി സാംസ്കാരികപരമായി വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കാണാവുന്നതാണ്. വമ്പൻ മലനിരകളും മഞ്ഞുമലകളുമൊക്കെ സ്വാഭാവിക അതിരുകളായി പലയിടത്തും ഉണ്ടായിരുന്നു എന്നത് തന്നെ പ്രധാന കാരണമായി പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മേഖലയിൽ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് പുറകെ പോയപ്പോഴും കാശ്മീർ താഴ്വര അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും കാശ്മീർ മേഖലകളും അനുബന്ധ ഇടങ്ങളുമൊക്കെ സ്വാഭാവിക അതിരുകളും ബഫർ സോണുകളും നൽകുന്നു എന്നതുകൊണ്ടാവാം അത്. 1877 കാലത്ത് കാശ്മീർ മേഖലയിൽ വലിയ ഭക്ഷ്യക്ഷാമമൊക്കെ സംഭവിക്കുകയുണ്ടായി. വിളകളൊക്കെ മഴയിലും മറ്റും നശിച്ചതിലൂടെ ജമ്മു ആൻഡ് കാശ്മീർ രാജ്യത്ത് മറ്റൊരർത്ഥത്തിൽ കാശ്മീർ താഴ്വരയിൽ ഒട്ടനവധി പേർ മരിച്ചു വീണു. പഞ്ചാബിലേക്ക് പലരും രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചപ്പോൾ അതിനെ രാജാവ് തടയുകയും ഒക്കെ ചെയ്തു. എങ്കിലും പലരും പഞ്ചാബിലേക്ക് രക്ഷപ്പെടുകയും തിരിച്ച് കാശ്മീരിലേക്ക് പോവാത്ത അവസ്ഥയുമുണ്ടായി. അത് നിലവിൽ തന്നെ തകർന്നു തുടങ്ങിയ കാശ്മീർ ഷാൾ ഇൻഡസ്ട്രിയൊക്കെ കൂടുതൽ ദോഷകരമായി ബാധിച്ചു. ബ്രിട്ടീഷിൻ്റെ സഹായമില്ലാതെ നിലനിൽപ്പില്ല എന്ന ബോധ്യത്തിൽ ബ്രിട്ടീഷിൻ്റെ സഹായം രാജാവിന് തേടേണ്ടതായും വന്നു. അങ്ങനെ കാശ്മീർ മേഖലയിൽ വീണ്ടും ആധിപത്യം പുലർത്താനുള്ള വഴികൾ ബ്രിട്ടീഷിന് മുന്നിൽ തുറന്നു. അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചും മഹാരാജാവിനെ ഒഴിവാക്കി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സൃഷ്ടിച്ചുമൊക്കെ ഭരണതലങ്ങളിൽ അവർ ആധിപത്യം നേടി. എന്നാൽ 1905 മഹാരാജാവിൻ്റെ അധികാരങ്ങൾ ലോർഡ് കേഴ്സൺ തിരികെ നൽകുകയുണ്ടായി. ഈ കാലം പ്രതാപ് സിംഗ് ആണ് രാജാവായി ഉണ്ടായിരുന്നത്. അദ്ദേഹം മരിക്കുമ്പോഴേക്ക് അധികാരം ഏതാണ്ട് പൂർണ്ണമായും രാജാവിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വന്നെത്തിയിരുന്നു. മറ്റൊരർത്ഥത്തിൽ അവസാന രാജാവായ ഹരിസിംഗ് 1925 അധികാരമേൽക്കുമ്പോൾ പൂർണ്ണമായും അധികാരം കൈയാളിയിരുന്നു എന്നത് തന്നെ. ഇതേ കാലത്ത് പൂഞ്ച് മേഖലയും ജമ്മു ആൻഡ് കാശ്മീർ രാജ്യത്തിൻ്റെ കീഴിലേക്ക് വരികയുണ്ടായി. ആ ഒരു കാലത്ത് പൂഞ്ചിലെയും ജമ്മുവിലെയും ജനതയ്ക്ക് പിർപ്പാഞ്ചൽ മലനിരകൾ കടന്നുള്ള കാശ്മീരിലെ ജനതയുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വലിയ അളവിൽ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോഴും ഒരു രാജ്യമായി ഈ മേഖലകൾ തുടർന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രാജാവായിരുന്ന ഹരിസിംഗിൻ്റെ ഭരണകാലം വളരെയധികം നിർണായകമാണ്. കാശ്മീർ താഴ്വരയുടെ ഭാവിയെയും മുന്നോട്ടുള്ള പോക്കിനെ പോലും ഈ ഒരു ഭരണകാലവും നയങ്ങളുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഈ ഒരു കാലത്താണ് ഹരിസിംഗിനെതിരായ സമര പോരാട്ടങ്ങൾ ഷെയ്ഖ് അബ്ദുള്ളയുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ കാശ്മീർ താഴ്വരയിൽ വലിയ തോതിൽ സംഭവിക്കുന്നത്. ഷെയ്ഖ് അബ്ദുള്ളയുടെ ഉറ്റ സുഹൃത്തായി ജവഹർലാൽ നെഹ്റു കൂടി എത്തിയതോടെ കാശ്മീരിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു. സെക്യുലാർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന നെഹ്റുവിൻ്റെ ആശയത്തിൽ കാശ്മീരിനെയും കൊണ്ടുവന്നു എന്ന് പറയാം. പാകിസ്ഥാൻ ചിന്താഗതിക്കാരാകട്ടെ കാശ്മീരിനെ അവരുടെ ഭാഗമാക്കാനുള്ള ചിന്തകളും നടത്തി. ഷെയ്ഖ് അബ്ദുള്ള അവിടെ ഒരു വലിയ എതിരാളിയായി മാറുമെന്ന് പാക് അനുകൂല നേതാക്കന്മാർ മനസ്സിലാക്കുകയുണ്ടായി. ഷെയ്ഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മുസ്ലിം കോൺഫറൻസും തമ്മിൽ വലിയ ആശയ വ്യത്യാസങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മുസ്ലിം കോൺഫറൻസിലെ പലരും സെക്യുലാർ ആശയത്തെ തള്ളിക്കളയുകയും ചെയ്തു. 1947 രണ്ട് രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീരിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു.
തെരഞ്ഞെടുപ്പ് നടത്തി തീരുമാനം സൃഷ്ടിക്കുമോ, അതോ രാജാവ് സ്വതന്ത്ര ഭരണം തുടരാൻ ശ്രമിക്കുമോ, ആഭ്യന്തര കലാപം കൊണ്ട് ആ രാജ്യം നശിക്കുമോ തുടങ്ങി പല രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. 1947 സർ സിറിൽ റാഡ്ക്ലിഫ് ബ്രിട്ടീഷ് ഇന്ത്യയെ മുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ആക്കാനുള്ള ചുമതലയും നൽകപ്പെട്ടു. ഈ സമയങ്ങളിലൊക്കെയും കാശ്മീരിൻ്റെ ഭാവി എന്ത് എന്നത് വലിയ ചോദ്യമായി തുടർന്നു. ജമ്മു ആൻഡ് കാശ്മീർ രാജ്യത്ത് 77% പേർ മുസ്ലിങ്ങളായിരുന്നെങ്കിലും ഷെയ്ഖ് അബ്ദുള്ളയോട് കൂറുള്ളവരായിരുന്നു ബഹുഭൂരിപക്ഷം പേരും എന്ന നിലയിൽ ഇന്ത്യയോട് ചേരാൻ അവരാഗ്രഹിക്കുന്നു എന്ന് നെഹ്റു വാദിച്ചുകൊണ്ടിരുന്നു. അതിനെ എതിർത്ത് മുസ്ലിം കോൺഫറൻസും നിലകൊണ്ടു. ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള കാശ്മീർ ആക്രമണത്തിനും വഴിവെക്കും എന്ന നിലയിൽ വലിയൊരു പ്രശ്നമായി മാറുമെന്ന തരത്തിലും ചർച്ചകളുണ്ടായി. ഇതേസമയം ഹരിസിംഗ് സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ നിൽക്കാനും നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയങ്ങളിൽ നിർണായകമായ ഷെയ്ഖ് അബ്ദുള്ള മഹാരാജ ഹരിസിംഗിൻ്റെ ജയിലിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഷെയ്ഖ് അബ്ദുള്ള പുറത്തിറങ്ങിയില്ലെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ നെഹ്റു പലപ്പോഴും ശ്രീനഗറിലേക്ക് പോകുന്നതും അതിനെ ഹരിസിംഗിൻ്റെ സൈന്യം തടയുന്നതുമൊക്കെ ആ കാലത്ത് നിത്യകാഴ്ചകളായിരുന്നു. ട്രാൻസ്ഫർ ഓഫ് പവർ സംഭവിച്ചതോടെ 2 പുതിയ രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടല്ലോ. ഈ സമയം പല മേഖലകളിലും, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ വലിയ തോതിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ജമ്മുവിലും പൂഞ്ചിലുമൊക്കെ കലാപങ്ങൾ ഉണ്ടായതായി കാണാം. ആ സമയം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻറ്റിൽ തന്നെയാണ് തുടർന്നത്. കലാപങ്ങൾ ഈ സമയം വർദ്ധിക്കുകയും ചെയ്തു. ഈ തരത്തിലുള്ള പോരാട്ടങ്ങൾ പൂഞ്ചിലും മറ്റുമൊക്കെ ആയുധമേന്തിയുള്ള പോരാട്ടത്തിന് കൂടി വഴിവെച്ചു. അവർ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഫോഴ്സിനോട് തന്നെ പോരടിച്ചുകൊണ്ടിരുന്നു. നോർത്ത് വെസ്റ്റേൺ മേഖലകളിലും ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതോടെ പാകിസ്ഥാനി നേതൃത്വത്തിൻ്റെ പിന്തുണയും അവരിലേക്ക് എത്തിത്തുടങ്ങി. അതോടെ പൂഞ്ച് റെബലിയൻ ശക്തിയും പ്രാപിച്ചു. ഒക്ടോബറോടെ പല മേഖലകളിലും സ്ഥിതിഗതികൾ സങ്കീർണമായി. ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹമൊന്നുമില്ലെങ്കിലും ചേർന്നാൽ ജനാധിപത്യപരമായി നിലകൊള്ളുകയും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റായി തുടരാൻ പറ്റും എന്നൊരു ബോധ്യമൊക്കെ ഹരിസിംഗിനുണ്ടായിരുന്നു. ഇനി പാകിസ്ഥാനിലാണ് ചേരുന്നതെങ്കിൽ തൻ്റെ പദവി തന്നെ അതോടുകൂടി അവസാനിക്കുമെന്നും അദ്ദേഹം ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി നിൽക്കാൻ ഹരിസിംഗ് ആഗ്രഹിച്ചെങ്കിലും തൻ്റെ ഭരണത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ഭരണതലം പോയിരുന്നു. അതോടെ ഇന്ത്യയുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്കും ഹരിസിംഗ് എത്തി. ഈ സമയം ഡൽഹിയിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്ടോബർ അവസാനത്തോടെയോ നവംബറോടെയോ മഞ്ഞുവീഴ്ച വരുന്നതോടെ ഇന്ത്യക്ക് കാശ്മീരിലേക്ക് എത്താനുള്ള വഴികൾ ഏതാണ്ട് അടയപ്പെടും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മുൻതൂക്കം ലഭിക്കും. സ്വാഭാവികമായും ഹരിസിംഗിന് വേണ്ട രീതിയിൽ സഹായങ്ങൾ നൽകാനാവാതെയും വരും. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അബ്ദുള്ളയെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നും മഹാരാജ ഹരിസിംഗ് ഷെയ്ഖ് അബ്ദുള്ളയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും പിന്തുണ തേടണമെന്നും നെഹ്റു, വല്ലഭായ് പട്ടേൽ എന്നിവർ നിലപാടെടുത്തു. 1947 സെപ്റ്റംബർ 29 ഷെയ്ഖ് അബ്ദുള്ള ജയിൽ മോചിതനായി. ഒക്ടോബറിൽ ശ്രീനഗറിലേക്ക് കൂടുതൽ ആയുധങ്ങളും മറ്റും എത്തിച്ചും അങ്ങോട്ടേക്കുള്ള റോഡ് വഴികളൊക്കെ കൂടുതൽ മികച്ചതാക്കിയും ഇന്ത്യ പിന്തുണച്ചു. പിൽക്കാലത്ത് 1971 വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു സൈനിക ഇടപെടൽ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഒക്ടോബർ തുടക്കത്തിൽ തന്നെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്ന് പറയാം. പത്താൻ ട്രൈബൽ വിഭാഗം ഈ സമയങ്ങളിൽ കാശ്മീരിൻ്റെ പല മേഖലകളിലേക്കും കടന്നു തുടങ്ങിയിരുന്നു. 1947 ഒക്ടോബർ 22 ഡോമൽ മേഖലയിലെ പ്രതിരോധത്തെ ആകെ തകർത്ത് കലാപകാരികൾ മുന്നേറുന്ന അവസ്ഥയുണ്ടായി. കലാപകാരികൾക്ക് മുന്നിൽ കാശ്മീരിലേക്കുള്ള വഴികൾ തുറന്നതോടെ മഹാരാജ ഇന്ത്യയുടെ സഹായം നേടി. പൂഞ്ച് കലാപകാരികളും ഈ സമയം മുന്നേറുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ അംഗീകരിക്കാതെ ഔദ്യോഗികമായി സഹായം നൽകില്ല എന്ന നിലപാട് ഇന്ത്യ എടുത്തു. അങ്ങനെ 1947 ഒക്ടോബർ 26 മഹാരാജ ഹരിസിംഗ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ഒപ്പുവെച്ചു. 27 ഇന്ത്യ അത് അംഗീകരിക്കുകയും അന്ന് തന്നെ ശ്രീനഗറിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും ഒക്കെ വിമാനമാർഗം എത്തിക്കാനും ആരംഭിച്ചു. അതുവരെയുണ്ടായിരുന്ന എല്ലാ രീതികളും അതോടെ മാറുകയാണ്. നോർത്ത് വെസ്റ്റ് മേഖലകളിൽ നിന്ന് കടന്നു കയറിയിട്ടുള്ള ആയുധധാരികളായ പത്താൻ ട്രൈബൽ വിഭാഗങ്ങളെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യവും നിലയുറപ്പിച്ചുകൊണ്ടിരുന്നു. പല രീതിയിലുള്ള ചർച്ചകളും പരാജയമായി മാറിത്തുടങ്ങി. അതിർത്തി മേഖലകളിലെ ട്രൈബൽ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിൽ സഹായങ്ങളും വർദ്ധിച്ചതോടെ കലുഷിതമായ ഇന്ത്യ പാകിസ്ഥാൻ ആദ്യ യുദ്ധത്തിന് കളമൊരുങ്ങി.